ഇപ്പൊ കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂരിന് കയറി നമ്മളിപ്പോ കോയമ്പത്തൂർ വരെ എത്തിയിട്ടുണ്ട്. തഞ്ചാവൂരേക്കാന്നാണ് പറയുന്നത് അല്ലേ? അങ്ങോട്ടായിരിക്കും എത്തുക അറിയില്ല. അടുത്ത വണ്ടി കിട്ടിയാൽ തഞ്ചാവൂർ എത്തും. നമ്മുടെ സ്കൂളിലെ മാഷന്മാരെ കൂടി പെട്ടെന്ന് തീരുമാനമെടുത്താണ് ഒരു തഞ്ചാവൂർ യാത്ര. ആദ്യം കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരേക്ക് യശ്വന്ത്പൂർ എക്സ്പ്രസ്, അവിടുന്ന് കിട്ടുന്ന വണ്ടിക്ക് തഞ്ചാവൂർ. ഇതായിരുന്നു പ്ലാന്. രണ്ടാമത് ചെമ്മി നമ്മൾ TTR കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയത്. അത് തമിഴിനാണെന്ന് കരുതി തമിഴിൽ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു എടാ മുമ്പ് പോയി കയറാം, മുമ്പ് പോയി ചോദിക്കണം, മുമ്പത്തെ TTR ചോദിക്കണം എന്ന് പറഞ്ഞ് നാറ്റിച്ചു വിട്ടു. ഫുള്ള് നാറില്. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് എങ്ങാനും സ്ലീപ്പർ കോച്ച് കിട്ടുമെന്ന് പറയാൻ 1-2 TTIമാരെ കണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ 12:30 ചെമ്മൂഴി എക്സ്പ്രസ്സിൽ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂർക്ക് പുറപ്പെട്ടു. രാവിലെ ഒരു 6 മണിയോടുകൂടി നമ്മൾ തഞ്ചാവൂർ കാലുകുത്തി. നമുക്ക് തഞ്ചാവൂർ വരെ കമ്പനിയിൽ നിന്ന് ചേട്ടൻ പോവാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടാന്ന് ടൂർ കോർഡിനേറ്റർ കിരൺ സാർ പറയും. ഇനി തഞ്ചാവൂർ എത്തി കയറാം, തിരിച്ചെടുത്തോണ്ട് കയറാം. ഫസ്റ്റ് കോയമ്പത്തൂർ വരെ 110 റുപ്യ, അതിനുശേഷം ഇങ്ങോട്ട് 130 റുപ്യ, രണ്ടും കൂടി എഴുതാൻ 250 റുപ്യ വൺ സൈഡ്. ഇപ്പൊ തന്നെ നമുക്ക് ചെലവ് 5000 റുപ്യ അല്ലേ ഗജാഞ്ചി? 15,000 തീരൂല. തഞ്ചാവൂരിന്റെ പ്രഭാത ഭംഗി ആസ്വദിച്ചുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ നടന്നു തുടങ്ങി. ഫ്രഷപ്പ് ആണ് ലക്ഷ്യം. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ. അപ്പൊ നമ്മള് ഫ്രഷപ്പ് ആയതിനു ശേഷം തഞ്ചാവൂരിലെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോവാണ്, പെരിയ ടെമ്പിൾ. അമ്പലത്തിന്റെ പ്രധാന കവാടം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പം വലതുവശത്തായിട്ട് ബാഗും ചെരുപ്പും വയ്ക്കാനുള്ള ക്ലോക്ക് റൂംസ് അവൈലബിൾ ആണ്. ബാഗിനും ചെരുപ്പിനും കൂടി ആകെ 40 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പൊ നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ബൃഹദേശ്വര ടെമ്പിളിന്റെ മുമ്പിലാണ് ഉള്ളത്. സംഭവം അടിപൊളി ആംബിയൻസ് ആണ്. ഹെവി വർക്കും കാര്യങ്ങളൊക്കെ നടന്ന വലിയൊരു സംഭവമാണ്. ബാക്കി ഇവർ പറയും. എനിക്ക് കിരൺ സാർ ആധികാരികമായിട്ട് ചരിത്ര സംബന്ധമായ രേഖകൾ വെച്ച് വർത്താനം പറയും. വേഗം ഗൂഗിൾ നോക്കി പഠിക്കണേ, വേഗം പഠിച്ച് കഴിയുന്നതിന് വിശദീകരണം കൊടുക്കണേ. വേറെ ആയിരിക്കും വലിയ വിവരമില്ല ഇതിനെ പറ്റി. അമൽ സാർ എന്ന് പറയണ്ട, ഇല്ല ആദർശ മാഷക്കോ സോഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ടവരാ. നമുക്ക് കണക്കേ പറയാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ ഇല്ല, ഇത് സിലബസിൽ ഉണ്ടായിട്ട് പോലും. ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഈ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയാണ്. അന്നത്തെ കാലത്ത് അവരെങ്ങനെ ഇത്തരത്തിലുള്ള അമ്പലം പണിത് തീർത്തു എന്നുള്ളതാണ് ഇന്നും നമ്മൾ അത്ഭുതം ഉണ്ടാക്കുന്നത്. തമിഴ് ആക്ടർ വിക്രം പണ്ടൊരു ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഇത്രയും അത്ഭുതകരമായ ഒരു സൃഷ്ടി ഉണ്ടായിട്ടും അതിന്റെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാ? ഇതിന്റെ ചരിത്രം എങ്ങനെയാ? ചരിത്രം എന്ന് പറയുന്നത് അതായത് 7-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയാണ് ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഭക്തി പ്രസ്ഥാനം തുടങ്ങുന്നത്. ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ജനങ്ങളെല്ലാം രണ്ടായിട്ട് തരംതിരിയും. കുറെ ആൾക്കാർ ആഴ്വാർമാരുമായി, കുറെ ആൾക്കാർ നായനാർമാരുമായി. ഈ നായനാർമാർ എന്ന് പറയുന്നത് ശിവന്റെ ആരാധകരാണ്. അങ്ങനെ ആ ശിവന്റെ ആരാധകരുടെ പ്രധാനപ്പെട്ട രാജരാജ ചോഴൻ. ആ രാജരാജ ചോഴനാണ് എന്ത് ചെയ്യുന്നത് 11-ാം നൂറ്റാണ്ടിൽ ശിവനെ പ്രതിഷ്ഠയാക്കിയിട്ട് എന്ത് പറയുന്നത് ഈ പറയുന്ന പെരിയ കോവിൽ അല്ലെങ്കിൽ ബൃഹദീശ്വര എന്ന് പറയുന്ന അമ്പലം പണിയിപ്പിച്ചത്. അപ്പൊ ഈ രാജരാജ ചോളന്മാരെ സംഭവം അതായത് ചോളവംശം ഇവിടെ ഭരിക്കുന്ന സമയത്താണ് പറയുന്നത്. അതായത് 9-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറയുന്ന അമ്പലം നിർമ്മിച്ചതാണെന്ന് ഇവിടെയുള്ള ചരിത്ര രേഖകളൊക്കെ പറയുന്നത്. അപ്പൊ ഇത് എത്ര വർഷം പഴക്കമുണ്ട്? 9-ാം നൂറ്റാണ്ട് ഏകദേശം ഇപ്പൊ ഒരു 900 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇത്. നേരിൽ കാണാൻ പറ്റില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരില്ല, സൈഡ് ശരിയില്ല. എന്നിട്ട് നേരിൽ വരുമോ നോക്കിട്ട് പോയാലോ പ്രണവമാശേ? അത് നല്ലൊരു അല്ലേ? അറിയണ്ടേ, അറിവുകൾ പറയണോ? ഉറപ്പിക്കണ്ടേ? അല്ല ഇത് അവസാനം ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും എന്റെ സംശയം. ഇത് മുഴുവൻ കണ്ടുകഴിയുമ്പോൾ നമ്മുടെ ചർച്ചയും പോകുന്നത് ആ കല്ലിലേക്കാണ്. ഏറ്റവും വലിയ ഗോപുരമുള്ള അമ്പലമായിട്ടുള്ള ഈ അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലെ രൂപം എന്ന് പറയുന്നത് 80 ടൺ ഭാരമുള്ള കല്ലിൽ തീർത്തതാണ്. അന്നത്തെ കാലത്ത് എങ്ങനെയാണ് അവർ ആ 80 ടൺ ഭാരമുള്ള കല്ല് ഇത്രയും ഉയരത്തിലെത്തിച്ചത്? അതാണ് നമ്മുടെ ഈ സംശയം. അപ്പൊ ഇതെന്താ ഇതിന്റെ ചരിത്രം എന്ന് അറിയുന്ന ആരും കൊണ്ടൊന്ന് വിശദീകരിക്കണേ. അപ്പൊ നമ്മൾ പെരിയ കോവിൽ കണ്ടിറങ്ങാണ്. പലപ്പോഴും ഈ ചരിത്രം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇപ്പൊ ഗൂഗിളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുമ്പോൾ വലിയ രാജരാജേശ്വര എന്നുള്ള ഒരു പേരൊക്കെ ഇതിനുണ്ട് എന്ന് കേട്ടു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ രാജരാജേശ്വര ക്ഷേത്രം കൽപ്പമ്പില്. അപ്പൊ എന്തായാലും ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. കാരണം അത്രയും വലിയ വർക്കുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മളെ പാറയിലും അതും മറ്റുമായിട്ട് ചെയ്തിട്ടുള്ളത്. ഏത് രീതിയിൽ നിർമ്മിച്ചത് നമുക്കിപ്പോഴും എന്താണ് പുറത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, മനസ്സിലാക്കാനും പറ്റുന്നില്ല.
അപ്പോൾ കാണാൻ പറ്റുന്നവര് ഏത് ഇനി ആ നേരിലടിക്കുന്ന കാര്യം നോക്കി പെട്ടെന്ന് നോക്കിയാൽ എവിടെയും കണ്ടിട്ടില്ല. ഇനി ഈ സൂര്യനും കാര്യങ്ങളും വന്നതിന് ശേഷം വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. നേരിലടിക്കുന്നില്ല, ഒരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ എന്തായാലും ഒന്ന് വരിക. കാര്യത്തിൽ ഇപ്പോ നമുക്ക് ആ മുകളിലത്തെ മുഖത്തിന്റെ ഇപ്പോ നമുക്ക് സംശയം തന്നെയാണ്. അതെങ്ങനെ വന്നു, അതെങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും പണ്ട് കാലത്ത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കത് ഉറപ്പില്ലാത്തൊരു കാര്യം. കിരൺസാറിന്റെ നിഗമായ സംശയം പാറയോ ഒറ്റപ്പാറയോ നിർമ്മിച്ച്, അതായത് വലിയ പാറയാണ്. ആ പാറ കൊത്തി കൊത്തി ഈ ഭാഗം ഉണ്ടാക്കി ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തു കളഞ്ഞു എന്നാണ് കിരൺ സാർ പറഞ്ഞത്. ഒറ്റ ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി ഇല്ല, അതുകൊണ്ട് നമുക്കത് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. എന്താ കേശവ, ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അവർ പരമ്പരാഗതമായി നിർമ്മിക്കുന്ന പാവകളാണ്. അതിൻ്റെ ഭാരം മുഴുവനായിട്ട് അടിഭാഗത്ത് കേന്ദ്രീകരിക്കുന്നതിനാൽ ചെറുതായി നമ്മൾ തട്ടുമ്പോൾ തന്നെ നല്ല മനോഹരമായ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ട് അത് പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഇവിടെ ഇപ്പോൾ കുറേ ബൈക്കുകൾ ഇങ്ങനെ പോകുന്നതാണ്. ഒന്നിൽ ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഇവിടെ ഹെൽമെറ്റ് ഒന്നും നിർബന്ധമല്ലാന്ന് തോന്നുന്നു. റൂൾസ് അത്ര സ്ട്രിക്റ്റ് അല്ലാന്ന് തോന്നുന്നു. അതൊക്കെ നമ്മുടെ നാട്. സേഫ്റ്റി മുഖ്യമല്ലേ. ഇവിടെ ഒരു വെറൈറ്റി കാണാൻ പറ്റിയത് ഓരോ പാർട്ടിക്കാരുടെയും ഫ്ലെക്സ് അടിക്കുമ്പോൾ അത് അടിച്ചവരുടെ ഫോട്ടോ കൂടി വെക്കും. നമ്മളൊക്കെ അർജന്റീനയും ബ്രസീലിനെയും ഫ്ലെക്സ് അടിക്കുമ്പോൾ അടിയിൽ ഫോട്ടോ വെക്കുന്ന പോലെ എല്ലാ ഫ്ലെക്സ് അടിച്ചതിന്റെ അടിയിൽ അടിച്ചവരുടെ ഫോട്ടോ കാണുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടിന്റെ പരിപാടി തന്നെ ആയിരിക്കും അല്ലേ? നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കിയാണല്ലോ. അടിപൊളി ഒരു പാർക്കിംഗ് സിസ്റ്റം കാണുന്നത്. നമ്മൾ കണ്ണൂർ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, പക്ഷെ ഇത് അടിപൊളി സെറ്റപ്പ് ആയിട്ട് പാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇത്ര സ്പേസാ ലാഭം. ട്രെയിനിൽ പോകുമ്പോൾ അപ്പുറത്തെ രണ്ട് ചേച്ചിമാര് സ്വന്തം തലയിൽ ചൂടാനുള്ള പൂവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് അവരെന്നെ തുന്നി അവരെന്നെ തലയിൽ വെക്കും. കൊള്ളാം, നല്ല സ്കീമാ. പുറത്ത് പൈസ ഒന്നും കൊടുക്കണ്ട, സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം. അതെ, ട്രെയിനിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലേ? ഈ ടൈമിൽ റോഡില് നീങ്ക കോവിലുക്ക് താ പോറേ? കോവിലുക്ക് പോറയാ? ഫംഗ്ഷനിക്കാ? ഓക്കെ ഓക്കെ, ഫംഗ്ഷന് പോകുന്നുണ്ട്. ഓക്കെ, നല്ല തിരിച്ച് കോയമ്പത്തൂരെത്തി രാവിലെ 6 മണിക്ക് കണ്ണൂർ ഇന്റർസിറ്റിക്കാണ് നമ്മൾ വന്നത്. 11 മണിയോടുകൂടി നമ്മൾ കണ്ണൂരെത്തി. നമ്മൾ തഞ്ചാവൂർ കഴിഞ്ഞ് തിരിച്ച് കണ്ണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ തഞ്ചാവൂർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ടാറ്റ, ബൈ ബൈ. ഒന്ന് എല്ലോറയാ? ആയിക്കോട്ടെ, അടുത്ത എല്ലോറ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. ഒരു ടാറ്റ കൊടുത്തേടോ.